ഹായ് ഗായ്സ്, കുറേ നാളായിട്ടുണ്ടാവും എന്നെ ഇതേപോലെ കണ്ടിട്ട്. ഞാനിന്ന് വിചാരിച്ചു ലോങ് വീഡിയോ എടുക്കാമെന്ന്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ പെരുന്നാളാണ്, എൻ്റെ ഗലീലി പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ അതും ഇതായിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം 11 മണിയോ 12 മണിയോ അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കാരണം വെക്കേഷൻ തീരാറേ, നമുക്കിനി തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനെക്കാട്ടും പിന്നെ ഉറങ്ങി ഇങ്ങോട്ട് തീർക്കേണ്ടത്. അപ്പം ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചായ കുടിക്കണം, ഫുഡ് ചെയ്യണം. ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട്. പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി അങ്ങനത്തെ നല്ല ഫുഡ് കഴിക്കാൻ ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലേറ്റ് എടുക്കണം. ഇവിടെ കഴിക്കാനുള്ളത് ചപ്പാത്തിയാന്ന് തോന്നുന്നു. അതെ, അപ്പം നമ്മൾ ചപ്പാത്തി എടുക്കുന്നു. 3 ചപ്പാത്തി ഒന്നും വേണ്ട, ശരിക്കാം വിശക്കില്ല. ഓക്കെ, കുറച്ച് ഗ്രീൻ ബീൻസ് കറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ടയാണുള്ളത്. ഇത് തോട് കളഞ്ഞ് ഞാൻ തന്നെ എടുക്കണം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, മുട്ടയുടെ തോട് കളയാം. ഓക്കെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീഡിയോ ഇടാത്ത ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടാറില്ല. പിന്നെ ലോങ് വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എടുക്കാം. കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. ഞാൻ ലാസ്റ്റ് ഇട്ടത് എന്താ എൻ്റെ റിസൾട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ എന്താ കാണാം. പിന്നെ എൻ്റെ 5th സെമ്മിൻ്റെ റിസൾട്ടൊക്കെ വന്നു, പാസ്സാണ്. ഇനി ഒരു സെമ്മും കൂടി ഉണ്ട്. ആ സെമ്മ് കഴിഞ്ഞാൽ അറിയാം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത്. ആ സെമ്മും കൂടി പാസ്സായി കഴിഞ്ഞാൽ സെറ്റാണ്. നമ്മൾ ഈ മുട്ടയുടെ തോട് ഇങ്ങനെ പൊളിക്കുക. ഓക്കെ, എൻ്റെ അമ്മ ഇവിടെ നിന്ന് TV കാണുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും കൂടി ഇതിൽ കേൾക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, സൗണ്ട് ഉറക്കാൻ പറഞ്ഞാലും ചെയ്യാത്ത ഒരു മദറാണ് എൻ്റെ. അപ്പോൾ ഞാൻ മുട്ട കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ നല്ല നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ കഴിക്കേണ്ടി വരും. കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. മാറുമോ മാറില്ലെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ഇതിന് പരിശ്രമിക്കണം. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോവും. രാവിലെ എഴുന്നേറ്റ് നടക്കുന്ന ശീലമൊക്കെ ഉണ്ട്, മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മുട്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് ശരിയായിട്ടുണ്ട്. ഇത് കുറച്ച് ചായയാണ്. ചായ ഇല്ലാണ്ട് എനിക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. ഓക്കെ, അപ്പം നമുക്കത് കഴിക്കാം. ഇതാണ് നമ്മുടെ ഫുഡ്: മുട്ട, ചായ, എന്ത് കറിയുമ്പോൾ ഗ്രീൻ കറി. കൂടെ നമ്മുടെ മാക്സും ഉണ്ട്. വലുത് തായോ ചേച്ചി എന്നുള്ള ഭാവത്തിൽ. ക്യാമറ ഓണാക്കിയപ്പോ ചാട കണ്ടോ? ഇത് ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഞാനാണ് ഇൻഫ്ലുവൻസർ. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നും എൻ്റെ മാക്സിന് കുറച്ച് പട്ടി ചാടയുണ്ട്. ഏതാണ്ട് 10 പേര് കണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. കണ്ടോ? എന്താ മാക്സേ, എന്താ ഷെയ്ക്കിൻ്റെ വരൂ? ഷെയ്ക്കിൻ്റെ വരൂ പ്ലീസ്, ഷെയ്ക്കിൻ്റെ വരൂ. ഉമ്മയല്ല, ഷെയ്ക്കിൻ്റെ വരൂ. സോറി, ചാടയാണ്. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ അമ്പ് വരും. അപ്പോൾ അമ്പിനുള്ള അരിയും കുരിശൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മദർ. ഓക്കെ, ഉച്ചയിരുന്നിട്ടാണ് വരുള്ളൂ. അപ്പോൾ ടൈം എടുക്കും. ആക്സ ഫുഡ് കഴിച്ചാ? എന്താടാ എന്താടാ എക്സ്പ്രഷൻ നോക്കമ്മ? എന്താ മുന്നാ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ലേ? നോക്കടേ, ജാടക്ക് എന്തിനാടാ? നീ വലിയ ആളായാ? നോക്ക്. എന്താ മുന്നാ? അണ്ടോനോ മുന്നാ? അണ്ടനോ മുന്നാ? ഈ അമ്മ കണ്ടില്ലേ, ഒരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഇറച്ചിയും ഒന്നും വാങ്ങാൻ പോയില്ല, നോക്കണ്ട. ഓക്കെ, കണ്ടില്ലേ, ഞാൻ വെറുതെ ഇരിക്കാന്ന വിചാരം. ഇപ്പൊ എന്നോട് ഇറച്ചിയൊക്കെ പോയി വാങ്ങാൻ. അമ്മ ഇതൊന്നും ഞാനല്ല ചെയ്യണ്ടേ. ഓക്കെ, ഞാനിവിടെ ഉള്ളത് എൻ്റെ അമ്മയ്ക്ക് ഒരു തലവേദനയാണ്. കണ്ടില്ലേ, തലയിലുമ്പോൾ കൈ വെച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ പോകുമ്പോൾ ആയിരിക്കും അമ്മയ്ക്ക് അതിൻ്റെ വില അറിയാം. നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പഠിക്കാനൊക്കെ പോകുമ്പോൾ അമ്മ അല്ലിക്കുട്ടിയെ എന്ന് പറഞ്ഞ് വിളിക്കും, ഉറപ്പാ. ഓക്കെ, ഒന്നും പറയാല്ല. അതുകൊണ്ട് സ്നേഹം കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഒന്നും കിട്ടില്ല മോനെ, എനിക്കുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ കേട്ടോ മാക്സേ? ഇങ്ങോട്ടോക്കെ, ഇങ്ങോട്ടോക്കടാ, ഇങ്ങോട്ടോക്കടാ. കേട്ടാ ഒന്നും കിട്ടില്ലാന്ന്. കേട്ടോ കേട്ടോ? പോ ഗൈസ്, അമ്മയുടെ തല ഞാൻ നോക്കി കൊടുത്തു. അമ്മ ഇത്ര നേരം നോക്കി വന്നില്ലേ? കുളിക്കാം, നമുക്ക് കുളിക്കാൻ പോവാം. നമുക്ക് പിന്നെ അടുക്കുട്ടിക്ക് കുച്ചണ്ടേ?
കുളിക്കാം നമുക്ക്. വേണ്ട ഏ വേണ്ട കുളിക്കാന്ന് പറഞ്ഞപ്പോ പോണല്ലോ. വേണ്ടല്ല കുളിച്ചണ്ടല്ല. മാച്ചിന്റെ ചീർപ്പെടുത്തരാട്ടാ. എവിടെയമ്മേ? ഇര് ബാ കുളിക്കാം, നമുക്ക് കുളിക്കാം. കൈ പൊന്തിക്കണേ. ഇവിടെ ഈരൽ ചടങ്ങാണ് ഗൈസ്. അമ്പലത്തേക്കടെ ഈരേ ഗൈസ്. പള്ളിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റില്ലല്ലേ? ഇയാളിത് എപ്പോഴും ഇങ്ങനെയാലോ. ഒരു പൂച്ചേനെ കണ്ട ഇപ്പൊ തീരുട്ടാ. പൂച്ചേനെ കണ്ടിപ്പോ ഇടും എല്ലാം തീരുട്ട മോടെ. അച്ഛൻ പൂച്ച എവിടെയാ? കൂറേ കുളിപ്പിക്കണ്ട്. 2026. ഓ മയങ്ങിയവൻ. അതില് ഹെന്ന തേക്കണം, നരച്ച് പിണ്ടി ചെയ്തുകൊണ്ട്. നമ്മൾ ബഞ്ചാരയുടെ ഹെന്നയാണ് യൂസ് ചെയ്യാറ്. നമുക്കിത് സെറ്റാക്കാം. നമ്മൾ ഇതിങ്ങനെ വെക്കുക. ബീട്രൂട്ട് മിക്സ് ആക്കിയേണ്ട ചാറ് ഇതിങ്ങനെ ഒഴിക്കാം. ഓക്കെ, ചാറ് കിട്ടും ഗൈസ്. അപ്പോൾ ബീട്രൂട്ട് വെള്ളം കയ്യോ തന്നിട്ടായിരുന്നു. ചായ കട്ടൻ ചായ. ഓക്കെ, പഞ്ചസാര ഇടാൻ പാടില്ല കേട്ടോ കട്ടൻ ചായയില്. പഞ്ചസാര ഇട്ട് പല രസ കോമഡി. ചെറുതായിട്ട് ഒരു മണ്ടത്തരം ചെയ്തു. ഇത് ഹെന്ന പൗഡർ അല്ലേ, ഇത് വേറെന്തോ സാധന. അമ്മ നമ്മള് ഹെന്ന പൗഡർ അല്ലാണ്ട് വേറൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കറുത്തിട്ട് കറുപ്പ് വരുന്നത്. ഞാൻ ആദ്യം അതെടുത്തിട്ട് മിക്സ് ചെയ്തു. എന്തൊരു ചെയ്യാ ഗൈസ്? അപ്പോൾ വട്ടത്തിൽ മുഞ്ചി. ഇനിയിപ്പോൾ ഇത് എന്തൊരു കളയേണ്ടി വരുന്നുണ്ട്. ഇത് മറ്റേ ഇൻഡിഗോ പൗഡറാ, അങ്ങനെ എന്തോ സാധന. ഇൻഡിഗോ പൗഡറാ ഗൈസ്. അപ്പോൾ ഇതാണ് ഹെന്ന പൗഡർ. എനിക്ക് എൻ്റെ അമ്മയ്ക്കും ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് മൊത്തം ഇടാം. ഓക്കെ, ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഒഴിക്കുക. കൂടി പോയോ? ഇല്ല, അത്ര മതി. ഓക്കെ, പിന്നെ നമ്മൾ കട്ടൻ ചായ പഞ്ചസാര ഇടാത്തത് ഇങ്ങനെ ഒഴിക്കുക. പായസം പോലെയെന്ന് തോന്നുന്നു. ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സാധാരണ ഉണ്ടാകുന്നത്. ഓക്കെ, എങ്ങനെയാണോ അമ്മ അടുക്കള ഇട്ടിട്ട് പോയി അതിൻ്റെ ഒരു പകുതി പോലും ഞാൻ അടുക്കളയാക്കി വെക്കാറില്ല. ഓക്കെ ഗൈസ്, വെള്ളം കൂടുതൽ നല്ലായിരുന്നു, പക്കയായിരുന്നു, പക്ക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ മൈലാഞ്ചിട്ട് പോലെയോ. പിന്നെ അത് പോണെങ്കിൽ കുറച്ച് നാളെടുക്കും. അപ്പൊ അതിനെക്കാട്ടും ഒരു സ്പൂൺ വയ്ക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യാം. പഴയൊരു പാത്രത്തിൽ വേണം നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പുതിയ പാത്രം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരയിൽ കേൾക്കേണ്ടി വരും. പക്ഷെ ഇത് പുതിയതാണ് തോന്നുന്നു. ഇങ്ങനെ ചോക്ലേറ്റ് പോലെയാവും, ചോക്ലേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെന്നയുടെ. ഫ്ലാഷ് ഒക്കെ ഓണായോ? ഓക്കെ, അതെനിക്ക് അറിയണമെന്നില്ല. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്കായിട്ട് വരാം. ഓക്കെ, അടുക്കള ഇപ്പം എന്തായാലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പം നമ്മൾ ഹെന്നയുടെ പണിയൊക്കെ തീർന്നു. ഇനി നമ്മൾ മാക്സിനെ കുളിപ്പിക്കും. അല്ല മുന്നാ, കുളിക്കാൻ പോവാ നമുക്ക്. വാ കുളിക്കാൻ പോവാ, വാ കുളിക്കാം, വാ. കുളിച്ചിട്ടേ വേണ്ടേ? വാടാ കുളിക്കാടാ, വാടാ. അമ്മ പോണു, അമ്മ വരുന്നില്ല. ബാ കുളിക്കാം, ബാ ബാ കുളിക്കാൻ പോവാ, ബാ ബാ ഇങ്ങോട്ട് ബാ, അകത്തേക്ക് വാ, ബാ ബാ കുളിക്കാം, ബാ. ബെൽറ്റ് വര് അമ്മ, ബെൽറ്റ് വരോ? അതിനകത്ത് ഗൈസ് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ മാക്സിൻ്റെ ആണ്. എനിക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും ക്രീം ഇതൊന്നും. പക്ഷെ ഇതൊക്കെ എൻ്റെ മാക്സിൻ്റെ. പച്ചയാണോ നീലയാണോ അങ്ങനെ പറയല്ലേ? ചൂട്ടുമണി കുളിച്ചോ? നമുക്ക് കുളിച്ചവന് വേണ്ട കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുളിച്ചവന് വേണ്ട കുട്ടിക്ക് ദേഷ്യം ഒന്നും വേണ്ട. ഇതേ കുളിച്ചാ പോവാ. നമ്മൾ കുളിച്ചപ്പോ തോത്തുമുണ്ട് മേശന്റെ തോത്ത് കണ്ടാ. നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഷാമ്പു എടുക്കും, 2-3 എടുക്കാറുണ്ട്. ഓക്കെ, ബാ കുളിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ കുളിക്കാൻ പോവാണ് ഗൈസ്. പറ
എന്തിനു വിറക്കണേ? കുറച്ച് ഷാമ്പൂ ഡൈലൂട്ട് ചെയ്യണം. ഷാമ്പൂ ആണോ? സ്കിന്നിന് ഇൻഫെക്ഷൻ. സോറി, പൈപ്പ് ഓണായിരുന്നില്ലേ? ഒന്നും കേട്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് മിക്സ് ചെയ്യണം. പിന്നല്ലേ കൂടെ ഇതും കൂടി കുറച്ച് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ ആക്ഷനെ കുളിച്ചണ്ടേ നിർത്ത, ഇങ്ങനെ ആക്ക, പെരുക്ക. നമ്മള് ഇങ്ങനെയാണ് മാക്സിനെ കുളിപ്പിക്കുക. ഓക്കെ, കഴിയണക്കെ മാക്സിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഇനി ആരും കണ്ടിട്ടില്ല എന്ന് പറയരുത്. എന്തത് ഇവിടക്ക് മാക്സ് വരച്ചു തുടങ്ങിട്ടോ. കുറച്ചിനി വരച്ചു കഴിഞ്ഞാൽ അടങ്ങിക്കില്ല, കുരക്കില് തുടങ്ങും. ഇവിടക്കേ ഉച്ചണ്ട് നമുക്ക് പിടിച്ചാ മതി. ആ കുഞ്ഞനി, അമ്മയുടെ ഷൊട്ടണി, അമ്മന്റെ ബേബിയാണ്, ചിച്ചിയുടെ മുത്താണ്, ചിച്ചിയുടെ ഷൊട്ടാണ്. ഇതാ നക്കല്ലേ. ആ അടി അടി മാക്സ് അടി 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 വടി എവിടെയാ? വിധം മാറി തുടങ്ങി, ദേഷ്യം വന്നു തുടങ്ങി. എന്റെ കുട്ടിക്ക് ദേഷ്യം. നമ്മൾ തൊപ്പിടും. ഓക്കെ, നീ ഇപ്പുറത്തേക്ക് തിരി. മാക്സിന്റെ കുണ്ടി. ഒരു പെറ്റ് പാരന്റ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. എനിക്കിതൊക്കെ ശീലമാണ് കിട്ടും. ഈ കളി നമ്മളിങ്ങനെ വരച്ചങ്ങോട്ട് വിടണം. എന്റെ പല ഗോപാലന് എണ്ണത്തിപ്പിക്കുമ്പം പാടടി പാടടി. ചിക്കനില്ലേ, നമ്മളിങ്ങനെ മസാല പറ്റില്ല, അതേപോലെ ചെയ്യണം. നഗൊക്കെ വളർന്ന് കുട്ടീനെ കളിയാക്കണ്ടല്ലേ ഞാൻ. നീ കാണിച്ചോട്ടെ. ദിസ് ഈസ് മാക്സ് 2.0. അവിടെ ഇരിക്കും. നമ്മൾ കുറച്ച് നേരം മാക്സിനെ ഇങ്ങനെ നിർത്തണം. ഈ ഷാമ്പു ഇട്ടിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ നിന്നാലാണ് ശരിയാവുള്ളൂ. ഓക്കെ, എന്നാലാണ് ഇത് ഇങ്ങനെ പിടിക്കുള്ളൂ. കുടയല്ലേ ഇത് വീഴുള്ളൂ. ഇത് ഫുള്ളി ഇങ്ങനെ പറ്റുക. എന്നിട്ട് ഇങ്ങനെ നിർത്തുക. കുറച്ച് നേരം നമ്മളിങ്ങനെ നിർത്തിയില്ലത്തെ എൻ്റെ ഫോൺ വെച്ചിട്ട് ചൂടായി. ഗിടി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കും, എന്നിട്ട് നമുക്ക് കുളിച്ച് കാണാം. ഇപ്പോൾ കുറച്ച് നേരം നിന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഉരുകുമായിരിക്കും, അത്രയും വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാത്തിങ്ങിലേക്ക് കിടക്കാം. ചെളിയൊക്കെ പോട്ടെ. എന്താ പൊന്നൊന്നും ഇല്ലാത്തത്? എന്താ മാക്സ് ഇൻട്രോവേർട്ടായോ? ഒന്നും ഉണ്ടല്ലോ. കൊടയിലാണ് സീൻ. തണുത്ത വെള്ളം നല്ല ചൂട് വെള്ളത്തോണ്ടാണ് കുളിപ്പിക്കുന്നത്. വീണല്ലേ ഇവന്റെ ഒരു കുളി കഴിഞ്ഞാൽ ഞാൻ കുളിക്കണം.
ഇവരുടെ ചെവിടിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളാവാണ്ട് നോക്കണം. അപ്പം നമ്മള് ഇങ്ങനെ കഴിയാ. അപ്പൊ ഞാനാ കുളിച്ചേ, നീയാ കുളിച്ചേ? ഇവിടെ ഇങ്ങനെ അമർത്തിട്ട് അപ്പൊ അവന് ഇഷ്ടപ്പെടും. വാവ് സുക്കുമണി, സുന്ദമണി, കുഞ്ഞാപ്പേ. മാക്സിന്റെ ചന്തിയൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കണല്ലോ. ഇവിടേക്കേ എവിടേക്ക് പോണാട്ടോ കുഞ്ഞേ? സുത്തുമണി ചോടാ. അമ്മ വെള്ളം വന്ന് ഒഴിക്കോ? ഞാൻ പിടിക്കാം. അമ്മ എന്താ അമ്മയാടാ, നിന്നോടൊരു സ്നേഹമില്ല. ഇതിപ്പോ വിറച്ച് ഭരതനാട്യം കളിക്കും. ഇനി നമ്മള് അടുത്ത തുടങ്ങി ഊരിപ്പിഴിഞ്ഞിടാ. അമ്മ വാ, കഴിഞ്ഞോ, പിടിച്ചോ, ടർക്കിടുതോ. ചുറ്റുമണിയാണേ മുന്നേ മൂട്ട് തൊട്ടെ, മൂക്ക് ആന്റെ കുട്ടിയുടെ കണ്ണ്, മൂക്ക്. അമ്മ വാ. സോറി മാക്സിന്റെ അമ്മ. അമ്മ കഴിഞ്ഞു, ഇങ്ങോട്ട് വായോ ഗൈസ്. പള്ളി എന്നുള്ള പാട്ടാണ്, ഡിസ്റ്റർബൻസ് എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് നിർത്താൻ അറിയില്ല, പറയാൻ പറ്റില്ലല്ലോ. കൊടഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ കൊടേ 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 കൊടേ. കണ്ടില്ലേ, മാക്സിന്റെ പ്രിയപുത്രിയാണ് ഇങ്ങനെ പറയുന്നത്. പോണ്ടേ ബാ, ഞാൻ തന്നിരിക്കുന്നു എന്റെ കുട്ടിയെ. എടുക്കുമ്പോ പിന്നെ ഞാൻ നനഞ്ഞില്ലേ. ഇനി നമ്മള് പോയിട്ട് ഉണക്കാൻ വെക്കും വെയിലത്ത്. ഇന്ന് കൂറ കളർ മാറിയിട്ടില്ലേ? പൗഡർ ഇട്ട് കൊടുക്കാം അല്ലേ? ചുറ്റുമണി പതിവില്ലാണ്ട് കുറെ പണിയെടുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യാണ്ടായി. അമ്മ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരൂ. അമ്മ വയ്യാണ്ടായിരുന്നു, ഞാൻ കുറെ പണിയെടുത്തു. പണീനെ നമ്മളിങ്ങനെ ഇരുത്തി. ഇനി ചുട്ടുമണിക്ക് ഫാനൊക്കെ ഇട്ട് കൊടുക്കണം. അമ്മ അത് ഇവിടെ നടുക്കലിരുത്തി, ഞാൻ ഫാൻ ഇടാം. ഇവിടെ ഇട്ട് ഇനി കുറച്ചു നേരം ഗുഡ് ബോയ്. ഇനി ഉണക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കുട്ടി ഉണങ്ങിയിട്ട് സ്പ്രേ അടിച്ചരാട്ടാ. മറ്റേ ഡ്രയർ വെച്ച് ചെയ്യണില്ലേ? സോറി മദർ, അത് ഞാൻ അടുത്തരാം. എൻ്റെ റൂമിലേക്ക് ഉണ്ടാവണം. എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് നല്ല വൃത്തിയിലായിരിക്കും, ഇടയ്ക്ക് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഒരു ഉണ്ട് ആ ഫോട്ടോ നൈസായിട്ടില്ലേ, എനിക്കിഷ്ടമായി. എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത ഫോട്ടോയാണ്, അടിപൊളിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഓരോ വള്ളി കഴിഞ്ഞിട്ട് എനിക്ക് പുതിയ പുതിയ വള്ളികൾ വരും. ഇപ്പൊ എന്നെ അമ്മ പറഞ്ഞു ചിക്കൻ വാങ്ങാൻ പോകാൻ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളാണ്, അപ്പൊ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പൊ ചിക്കൻ വാങ്ങാൻ പോകണം. അപ്പൊ അതിനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണുന്നത്. നമ്മള് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല, സോ സിമ്പിൾ. ഇവിടെ അടുത്തുള്ള ഒരു കടയിലേക്ക് തന്നെയാണ് പോകുന്നത്. മാല എന്തെങ്കിലും ഇടാല്ലേ, ഭയങ്കര ഒരു അപാകത ഫീൽ ചെയ്യുന്നു. ഓക്കെ ഗേസ്, നമ്മളൊരു മാല ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗിക്ക് നമുക്ക് തന്നെ നാശമായ കാസിയോടെ വാച്ച് ഇടാം. ഓക്കെ, ഇത് വർക്കൊന്നും ആവില്ല. ഞാൻ വാച്ച് കിട്ടുന്നത് പൊതുവേ സമയം നോക്കാനല്ല, വെറുതെ ഭംഗിക്കാണ്. ഓക്കെ, നമുക്ക് ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ വാച്ച് വേണം. സമയം നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം എൻ്റെ സമയം അത്ര ശരിയല്ല. ഫണ്ട് തന്നെ അല്ലേ, പുതു കൊടുക്കത്തെ ഡേറ്റ്. നമ്മൾ വാച്ച് കിട്ടി. ഒന്നുമില്ല, ചിക്കൻ വാങ്ങാൻ പോവാം. ഈ ലോങ് വീഡിയോ ഒരു അപരാധിച്ച ലോങ് വീഡിയോ തോന്നുന്നു, ഞാൻ എടുക്കണോണ്ടായിരിക്കും അല്ലേ, ഫണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കമന്റ് ഇടണേ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ
ലോങ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇത് പിന്നെ എടുത്തേ പറ്റൂ അല്ല അമ്മ? ഇത് എൻ്റെ അമ്മയുണ്ട് ഇവിടെ. അമ്മയ്ക്ക് എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? സോറി, എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല, ഊമയാന്ന് തോന്നുന്നുണ്ട്. പറയ് അമ്മ. അമ്മയ്ക്ക് എന്നെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അല്ലേ, ചിക്കൻ വാങ്ങാൻ പോകണ്ടായിരിക്കില്ലേ? ഇനിയിപ്പോ ഞാൻ വാങ്ങിയാന്ന് പറയാണ്ടായിരിക്കില്ലേ? കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു അമ്മേനെ കിട്ടണമെങ്കിൽ നമ്മള് എത്ര കൊന്തെത്തിച്ചാലും കിട്ടില്ല. വേണ്ട വേണ്ട, കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി ഉരുകിയാലും എനിക്ക് ഇതേപോലത്തെ ഒരു അമ്മേനെ കിട്ടില്ല. മൈ മമ്മി ഈസ് സോ സ്വീറ്റ് ഹാർട്ട്. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ ഗംഗയിൽ നിന്നും ഇതേപോലെ സൈക്കിക് ആയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ കാണാം. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? എന്തിനാ മേലെ കടിക്കുന്നേ? താലമ്പണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കൂട്ടാ. ആ ഇപ്പൊ ഞാനേ ചിന്തല്ലേ, എന്നെ ഇവിടെ ആർക്കും വേണ്ട പോകുന്നുണ്ട്. മാക്സേ അമ്മ വടി എവിടെ അമ്മ? കാർ എവിടെ? കാർ എടുക്കട്ടെ. അവന് റിമോട്ട് കാർ ഭയങ്കര പേടിയുണ്ട്. നമ്മുടെ ചങ്ക് വന്നു. ചിക്കൻ വാങ്ങാൻ പോവാള. പൈസ റിച്ച്. മമ്മി 2 കിലോയാ? നമുക്ക് വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം. ബ്രോ എനിക്ക് 500 രൂപയാണ് തന്നത്. 500 രൂപയിൽ നിന്ന് നമുക്ക് എത്ര അടപ്പാൻ പറ്റും നമുക്ക് നോക്കാം. ഗൈസ്, എന്റെ ഡ്രൈവർ വന്നിരിക്കുന്നു. എടി ആ മഞ്ഞ ബനിയനൊന്ന് പോയി അലക്കടി. നമ്മളൊരു 5-6-10 ദിവസമായി സാധനം ഇടണം. ഇന്ന് ലോങ് വീഡിയോ കേട്ടോ. സ്റ്റെല്ലിന് വിറച്ചു ലോങ് വീഡിയോ എന്ന് പറഞ്ഞപ്പോ. ഹെൽമെറ്റ് വേണ്ടേ? മന്ന കുതിയേ വീണ്ടും ഇറക്കി എന്നെ വിളിക്കും. എവിടേക്കാ ഹെൽമെറ്റ് എടുത്തേരാൻ? അവിടെ വെച്ചോ, നിലത്ത് വെച്ചോ. എവിടേക്കാ പോയിടുക്കമ്മേ? ഇന്ന് ലോങ് വീഡിയോ മോളെ. ഇന്ന് ഞാൻ ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചൊരു സാധന കേട്ടാ. ഈ മഞ്ഞമ്മനി നീ എന്ന് അലക്ക് വന്നു, നീ നന്നാവും. വണ്ടി നമ്പർ കാണിക്കണ്ട, ഷോ കാണിക്കണ്ടല്ലോ. എന്നെ കുറിച്ച് 2 വാക്ക് പറയൂ. പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പറയാ പറയൂ മുത്ത ചൊട്ടമണിയേ പറയേ. അമ്മ അവള് പേടിച്ചു ലോങ് വീഡിയോ എന്ന് പറഞ്ഞപ്പോ. അവള് വിശ്വസിക്കുകയും ചെയ്തു. പൊട്ടത്തി ഞാൻ ഇടുന്ന ഉറപ്പുണ്ടേക്ക് തോന്നിണ്ടാ? അപ്പൊ അറിയാലേ ഞാൻ കട്ട് ചെയ്യുന്ന എനിക്കറിയില്ലേ. ഒന്നത് കട്ട് ചെയ്യില്ല, പൊട്ടിക്കോ. ചെന്നൈയോടൊപ്പം കോഴി അമ്മ പൈസ ഇഷ്ടാൻ പറ്റില്ല തോന്നുന്നത്. ചെവിടെ കേക്കാത്ത പൊട്ടത്തി. ഞാൻ 183 കേട്ടോ. കോഴിക്ക് 170, പിന്നെ ഇങ്ങനെ 183 ആവണേ. രണ്ടുമേ പേരുള്ളവരായതുകൊണ്ട് കുഴപ്പമില്ല. എടാ നേടി നമ്മളെ കാണാല്ലേടിയേ. അത് പൊളിച്ചൂലേ, രസല്ലേ. നമ്മള് ചിക്കൻ വാങ്ങിയിരിക്കുന്നു. ഇനി സ്റ്റെല്ലിനോട് ഡുക്ക് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ഹെൽമെറ്റ് വെച്ചോരോ, ക്യൂട്ടാവോ, പൂക്കിയാവോ? ചിക്കൻ പിങ്കും സ്റ്റെല്ലെങ്കിലും ലോലിപ്പോപ്പ് വാങ്ങി തരും ഗൈസ്. പിങ്ക് ലവ് യു. താങ്ക് യു. അതാ ലവ് യു. ചിക്കൻ കൊണ്ടുണ്ട്. ചിക്കനാ? എന്റെ വീട്ടിൽ ചിക്കനോ? നോക്കണേ, ചിക്കനോ? ചിക്കൻ തടാ. ചിക്കൻ വേണോ? ചിക്കൻ വേണോ? എന്നാ ഞാൻ തൊട്ടില്ലേ, വായോ. ചിക്കൻ മാച്ചിന് എന്റെ വീട്ടിൽ ചിക്കൻ വന്നേ. അതിന്റെ സന്തോഷമാണ്. ചിക്കൻ യു വാണ്ട് ചിക്കൻ? ചിക്കൻ അതെ 200 100 സംതിങ് ആട്ടാ 1 കിലോ ചിക്കന്.
2 കിലോ വാങ്ങിയിട്ടുണ്ട്, ബാക്കി 100 രൂപയുണ്ട്, കുറച്ച് ചില്ലറയുണ്ട്. ഞാൻ പറയാം ടോട്ടല് 380. കറക്റ്റ് പൈസ ഞാൻ മുക്കിയിട്ടൊന്നുമില്ല ഗൈസ്. വ്ളോഗിൽ ഇവര് കണ്ടിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് പൈസ തന്നെ കേട്ടോ. കേട്ടാ 100 രൂപ തരും ബാക്കി. അമ്മ 100 രൂപ തരും അമ്മ. അമ്മ ആവശ്യമുണ്ടോ അമ്മ? അമ്മ പ്ലീസ് 100 രൂപ അമ്മ. അമ്മ പ്ലീസ് അമ്മ ആവശ്യമുണ്ടമ്മ. ചിന്തിത്താലേ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് വിലയുണ്ടടാ. എന്താ എന്താല്ലേ ഒരു വിലയും നിലയില്ല എനിക്ക്. നമ്മള് തലയില് ഹെന്നിട്ടു. എന്തിട്ട് വേണ്ടേ? ഇതെന്തോ പാപ്പ. ആ ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, ലോലിപ്പപ്പ് മാക്സിന് കൊടുക്കാൻ പോവാ. ഓക്കെ, മിഠായി വേണോ? മിഠായി വേണോ എന്റെ പൊന്നിനെ? മിഠായി വേണോ? 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 കഴിച്ചോ? വേണ്ടേ? മനസ്സിലായിട്ടില്ല തോന്നുന്നു മിഠായിന്ന്. മിഠായി ഒന്നും ശരിക്കും കൊടുക്കാൻ പാടില്ല, പക്ഷെ ഇവൻ വെള്ളം ഇറക്കും. അപ്പൊ എനിക്ക് വയറിളക്കം പിടിക്കും. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഇനിയിപ്പൊ വേണമെങ്കിൽ തിന്നും. ഇനിയിപ്പൊ ഞാൻ എടുക്കാൻ പോവാണെങ്കിൽ ചിലപ്പോ ഫുള്ള് തിന്നു കൊടുക്കണ്ട. തരുമോ മിഠായി? തരൂ തരൂ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി കാണാം. ശുഭദിനം. കറണ്ട് പോയി. നമ്മള് വൃത്തിക്ക് കഴിഞ്ഞ് വെച്ചാൽ കണ്ടോ, ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂടാൻ കാരണം ഞാനായിരിക്കും സബോളയായിരിക്കും. ചിരിക്കണം നീ, ചിരിക്കണതല്ലേ. ദിസ് ഈസ് അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി. വലിയ ടേസ്റ്റ് കൂടാവേ ചൂടാവേ. അമ്മ സ്പെഷ്യൽ എന്തിട്ട് ചിക്കൻ കറിയിലത്തെ പറയേ, എന്തിട്ട് ചെയ്തേന്ന് പറ. എന്തിട്ടിടാ മോളെ? ഇതെന്തിട്ടാ പറഞ്ഞ എന്തിട്ട് ചെയ്യാൻ പോണെന്ന് അമ്മ പറമ്മ. അമ്മയുടെ ചിക്കൻ കറി ഇൻസ്പയർ ആയിട്ട് ആരെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ടാ അമ്മ. എന്തിട്ട് ചെയ്യാൻ പോണേ പറ. ഓക്കെ ഗൈസ്, സബോള വട്ടാൻ പോവാണ്. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ലഡി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ചുട്ടാപ്പിയാണ്ടോ ഉറക്കം തുടങ്ങി. കുളിച്ച് കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റാണ്. അപ്പം പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ വൈബൊന്നും ഇല്ലല്ലോ. തലയിൽ മറ്റേ പന്തം കത്തിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ. ഓക്കെ, എനിക്കിനി കുളിക്കണം, കുറച്ച് ബ്യൂട്ടിഫുൾ ആവണം, ഈ പന്തം വഴിക്കണം, കുറച്ചേരം കുറച്ചേരം വെക്കണമല്ലോ. 3/4 മണിക്കൂറാണ് വെക്കണം, നല്ല തലയിൽ നേരെയൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് വേണം കുളിക്കാൻ. ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ ഉള്ള മൂടും പോയി. ഓക്കെ, അപ്പോൾ കാണാം. നമ്മൾ ചുട്ടുമണി കോപ്പി റൈറ്റ്. നമ്മളവിടെ ചെടി വയ്ക്കാൻ പോവാണ്. എൻ്റെ കൈ കൊണ്ട് വെച്ചാലാണ് ഇവിടുത്തെ ചെടിയൊക്കെ വളരില്ല അല്ലേ അല്ലേ? ആന്ന് പറ. പറഞ്ഞില്ല വെക്കില്ലെന്ന് അറിയാലേ. എന്തിനാ എൻ്റെ കൈയും കാലും പിടിക്കണം, അറിയാണ്ട് വെക്കുക. കുറേ പേരായില്ലമ്മ. നമ്മൾ ഈ ചെടി എടുത്തിട്ട് അതിൽ വെക്കാൻ പോവാണ്. ഐശ്വര്യമായി ചെടി വെക്കൽ കർമ്മം നടക്കുകയാണ്. എന്നിട്ട് പൊന്നെ എന്തിനമ്മ കിടന്ന് ഓളിയിരുന്നേ? എന്തൊരു പ്രശ്നം? എന്നാ പിന്നെ അവിടെ എവിടെയെങ്കിലും കെട്ടിട്ട് അമ്മ ഒരു കപ്പ് വെള്ളം എടുത്ത് തരുമോ? നമ്മൾ ചെടി വെക്കാൻ പോവാണ്. കാര്യമായിട്ടൊന്നും മണപ്പിക്കുന്നുണ്ട്. മുള്ളാനാ തോന്നുന്നു ഗൈസ്. അല്ല ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ഡ്യൂക്ക്. ഓക്കെ, അതിപ്പോൾ ഒരു സൈഡിലാക്കി എൻ്റെ അനിയൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും മനോഹരമായ വീടാണ് എൻ്റെ. ഓക്കെ, കാണാത്തവർക്കായിട്ട്. ഏതാ അതെടുക്കല് ടാസ്കാ, ചട്ടി പൊട്ടും. അമ്മ ഇതിനൊന്ന് പിടിക്ക്. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ എല്ലാ പണിയും തീർത്തു. ഞാൻ വെച്ച ചെടി ഗൈസ്, അതും ഞാൻ വെച്ചതാ. വീട് വെച്ച് ഞാനല്ല, ചെടിയൊക്കെ വെച്ചത് ഞാനാ. നല്ല രസമല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകണം. കുറച്ച്
ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അമ്പ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. എവിടെ മാറിയിട്ടില്ല മോളെ. പടകം പൊട്ടിയാൻ പോണു. പെരുന്നാൾ തുടങ്ങി. ഇങ്ങനെയാ തോന്നുന്നു. നിങ്ങൾക്ക് എന്നെ കാണാല്ലേ? നല്ല പക്കാലി കാണാല്ലേ? ഗൈസ് വ്ലോഗ് എടുക്കാൻ പഠിച്ചാട്ടോ, വേറെ ഒന്നല്ല. ഗൈസ് മീറ്റ് മൈ ചുട്ടുമണി. ജനിക്കണ പട്ടിയാണ് ചുട്ടുമണി. കൊട്ടിന്റെ സൗണ്ട് കാരണം പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഗൈസ്. പറയടി, വാതർക്കടി, നീ വാതർക്കടി. പറ കേക്കട്ടെ, പാടേ. അതെ അതെ അതെ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുരുക്കെ ഉണ്ടല്ലോ. ബ്ലഷ്ഡ് അതാണല്ലേ വാടിച്ചിക്കണേ. ക്യാമറ ഒന്ന് ഓഫ് ചെയ്തോ. വലിയൊരു വെടിക്കെട്ട് തന്നെ നമുക്കിപ്പോ കാണാം അല്ലേ? കൊളുത്തി കത്തിയില്ല. എല്ലാരും കേട്ടില്ലേ ഞാൻ പറയുന്നത്? കത്തിക്കടാ. ഞാൻ വെറുതെ വീഡിയോ ആണോക്കിയപ്പോ എന്തിട്ടാ കാര്യം പറയണ്ടേ? ഇതേപോലെ അമ്മിന് കയറാണ്ട് ഇതേപോലെ ഇരിക്കുന്ന നമ്മളെ കണ്ടു പഠിക്കണം എല്ലാവരും. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയ്ക്ക് എനിക്ക് ഇതുവരെ അതിൻ്റെ ലാസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പോഴാണ് എടുക്കാൻ പറ്റണേ. അപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇടണം. ഓക്കെ, ബൈ.